ജാസിയെ കുണ്ടൻ എന്ന് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ്. ഓക്കെ, കുണ്ടൻ എന്ന് ഞാൻ അധിക്ഷേപിച്ചു. ചെക്കന്മാരെയൊക്കെ കുണ്ടൻ എന്ന് പറയും. ചെക്കൻ ആണ് ഉണ്ടെങ്കിലും നീയാണ് തുടങ്ങിയത്. ഇപ്പൊ കേസിന്റെ കാര്യം നീയാണ് തുടങ്ങിയത്. എന്നാൽ നമുക്കിനി കേസുമായിട്ട് മുന്നോട്ട് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെലനോ സ്പാർത്തയും ജാസിയും തമ്മിലുള്ള പ്രശ്നം ഒരു സീരീസ് പോലെ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കട്ടോ. ഇന്ന് തീരും നാളെ തീരും, ഇന്ന് തീരും നാളെ തീരും, അങ്ങനെ ഒന്നും തീരുന്നു തോന്നുന്നില്ല. ഇപ്പോൾ ഇതാ അടുത്ത സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. തുടക്കം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം തിരികൊളുത്തുന്നത് ജാസിയാട്ടോ. ജാസിക്ക് ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. അത്യാവശ്യം ഇപ്പോൾ പിടിച്ചു നിൽക്കണം. ബിഗ് ബോസ് 8 വരാൻ പോവാണ്. ബിഗ് ബോസ് 7 ആളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ സീസൺ 8 വരുന്നുണ്ട്. 8-ലെങ്കിലും കയറി പറ്റണം. അതിനു വേണ്ടി തന്നെ കൊണ്ട് പറ്റുന്നത് എന്താണോ അതൊക്കെ ചെയ്തു. തുണി ഊരണോ അതിനും റെഡി. പുള്ളിക്കാരൻ എല്ലാത്തിനും റെഡി ആയിട്ട് ഇതാ ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ 2026 തുടങ്ങി എൻ്റെ പുതിയ റെസൊല്യൂഷനാണ്, ഞാൻ ഇനി എന്തായാലും ആരൊക്കെ എന്തൊക്കെ വന്ന് വേണമെങ്കിലും എൻ്റെ നെഞ്ചത്ത് കയറിക്കോട്ടെ, ഞാൻ ആരും ഉപദ്രവിക്കുന്നില്ല, ഞാൻ ആരും ഉപദ്രവിക്കാതെ നന്മമരമായിട്ട് ജീവിക്കാനാണ് പോകുന്നത്, എന്നെ നിങ്ങളൊന്ന് വെറുതെ വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് യാചിച്ചുകൊണ്ട് എത്തിയിട്ട് ബാക്കിൽ കൂടെ വേറെ പണി ഒപ്പിക്കുന്നു. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ധന്യ ഇപ്പോൾ ഇതാ ഇന്നലെ ലൈവിൽ വന്നിട്ടുണ്ട്. ആള് വന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇപ്പോൾ കേസിന് പോയിരിക്കുന്നതും നീ തന്നെയാണ്. അതായത് ജാസി ഹെലനെതിരായിട്ട് ധന്യക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. കേസ് കൊടുത്തത് ജാസിയെ ഹെലൻ ആ ഒരു വേർഡ് യൂസ് ചെയ്തത്. അതിപ്പോൾ എല്ലായിടത്തും ഉള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്നുള്ളത് ഹെലൻ തന്നെ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ നോക്കിയ സമയത്ത് പിന്നെ കുണ്ടന്റെ അർത്ഥം ചെക്കന്മാരെയൊക്കെ കുണ്ടെന്ന് പറയും. ചെക്കൻ ആണ്. നീ കറന്റ്ലി ആണാണ്, മനസ്സിലായില്ലേ? നീ നിന്റെ ഐഡന്റിറ്റി എവിടെയും വെളിപ്പെടുത്തിയിരുന്നില്ല. കുണ്ടൻ മീൻസ് മെൻ, പുരുഷനെ നമ്മളിങ്ങനെ പറയും. ഒരു ആൺകുട്ടിയൊക്കെ അതാ അങ്ങനെ പറയും. പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാരെ നാട്ടിൽ കുണ്ടൻ എന്ന് പറയും മലയാളത്തിൽ. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ ഒരു വേർഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ദാ ഹെലനെതിരെ കേസുമായിട്ട് ജാസി മുന്നോട്ട് പോവാണ്. ഇതുവരെ പക്ഷെ ഞാൻ അപ്പോഴും ആലോചിച്ചൊരു കാര്യമുണ്ട്. ആദ്യം കേസ് കൊടുക്കുന്നത് ധന്യല്ലേ, എന്തുകൊണ്ട് ധന്യ കൊടുത്തില്ല? ധന്യയുടെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ അറിയാം എത്ര പേരാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ. കേസ് കൊടുക്കും, തുണി ഒരു കാണിക്കുക, ഒരു പെൺകുട്ടി വീഡിയോ കോൾ വഴി വിളിച്ചിട്ട് തുണി ഒരു കാണിച്ചു കൊടുക്കുക. ആ പെണ്ണിന്റെ അനുവാദം ഇല്ലാതെ പബ്ലിക് പ്ലേസിൽ ആ പെൺകുട്ടി നിൽക്കുന്ന സമയത്ത് തുണി ഊരി കാണിക്കുക എന്ന് പറയുന്നത് എന്ത് മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമാണ്. ധന്യയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം, എല്ലാവരും പറയുന്നുണ്ട് കേസ് കൊടുക്കുമെന്ന്. പക്ഷെ ധന്യ കേസ് കൊടുത്തില്ല. ഇത് സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നമല്ലേ, സോഷ്യൽ മീഡിയയിൽ തന്നെ തീർക്കാം. എന്താ പറയാ, ആ പെങ്കൊച്ചിന്റെ ധൈര്യം പോലും, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന്റെ നട്ടലിന്റെ ഉറപ്പ് പോലും എൻ്റെ പൊന്നെ ജാസിക്ക് ഇല്ലാണ്ടായി പോയല്ലോ. തല്ലി തീർക്കാം. സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ തന്നെ തീർക്കാം എന്ന ആ ഒരു പെൺകുട്ടി ചങ്കുറ്റത്തോടു കൂടി വന്ന് നിന്ന് ചെയ്തു. അപ്പൊ എന്താ, ആളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇപ്പൊ പോയി കേസ് കൊടുത്തിരിക്കുന്നു. കേസ് കൊടുക്കാനുള്ള റീസൺ ഇതാണ്. ആദ്യം കേസ് കൊടുക്കേണ്ടത് ആരായിരുന്നു? തുണി ഊരി കാണിച്ചത് ആരെയാണ്? ജാസി ആ കാര്യം മറന്നിട്ടാണോ അല്ലെങ്കിൽ ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. ധന്യക്കെതിരെ കേസ് കൊടുത്തു. ധന്യ ഇനിയിപ്പോ കേസായിട്ട് എല്ലാം തുടക്കിട്ടത് ജാസിയാണ്. എന്നാ പിന്നെ കേസെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോകാം. ആളിപ്പോ തയ്യാറായിരിക്കുകയാണ് കേസിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു സീരീസ് ഇപ്പോഴൊന്നും അവസാനിക്കാൻ തോന്നുന്നില്ല. ഒരാൾ അവിടെ പറയുന്നു, ഒരാൾ തിരിച്ച് മറുപടി ഇവിടെ പറയുന്നു, പിന്നീട് അങ്ങോട്ട് പറയുന്നു, പിന്നെ അതിൻ്റെ ഫ്രണ്ട്സ് വരുന്നു, ഇടപെടുന്നു. ചങ്കുറ്റത്തോടു കൂടി ധന്യ നിൽക്കുന്നുണ്ട്. എന്തായാലും സംഭവിച്ചു കൊടുക്കല്ലേ അവൻ കൊച്ചിനെ. അങ്ങനെ ഇതങ്ങോട്ട് നീണ്ടു പോകും. എത്ര പേർ നീളുന്നു നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ ധന്യ ജാസിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് പോവാണ്. ഇനി ജാസിയുടെ അടുത്ത നമ്പർ ഉണ്ടാവും കേട്ടോ. അടുത്ത വീഡിയോ ഇട്ട് ആള് വരും, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സ്ത്രീയായിട്ട് ജീവിക്കുന്ന ധന്യയുടെ കേസിനാണോ അതോ പുരുഷനായി ജീവിച്ച് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ റിയലൈസ് ചെയ്തു എൻ്റെ ഹോർമോൺ അത് ഫീമെയിൽ ഹോർമോൺ ആണ് എൻ്റെ ശരീരത്തിലുള്ളത്, അതുകൊണ്ട് ഞാൻ പെണ്ണാണ്, എനിക്ക് പെണ്ണാവണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നാൾ പെണ്ണാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. പിന്നീട് പറഞ്ഞു പെണ്ണാകുന്നില്ല, കാരണം ഓപ്പറേഷനും സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദന എന്തുമാത്രമാണെന്ന് എനിക്കറിയാം, അതൊന്നും അനുഭവിക്കാൻ എന്നെക്കൊണ്ട് പറ്റൂല, അതുകൊണ്ട് ഞാനതൊന്നും ചെയ്യുന്നില്ല എന്ന് ഈ ജാസി പറഞ്ഞു. പിന്നീട് പറയാം ഞാൻ സർജറി ചെയ്തു, എൻ്റെ പാർട്ട്ണർക്ക് വേണ്ടി ഞാൻ പെണ്ണായെന്ന്. അങ്ങനെ താൻ ആരാണെന്ന് തനിക്ക് പോലും അറിയാൻ പറ്റാതെ ഇരിക്കുന്ന ജാസി ആണാണോ പെണ്ണാണോ എന്തായിക്കോട്ടെ, അതെന്താണെന്ന് ജാസിക്ക് പോലും ഒരു കൺഫർമേഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് ജാസി കൊടുക്കുന്ന കേസിനാണോ അതേസമയം പെണ്ണായി ജനിച്ച് പെണ്ണായി ജീവിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ തുണി ഊരി കാണിച്ചത്
തുണി ഒരു കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ധന്യ കൊടുക്കുന്ന കേസിനാണോ? ഏത് കേസിനാണ് കഴമ്പ് കൂടുതലുണ്ടാകുമ്പോൾ കൊച്ചു കുട്ടികൾ പോലും പറയും ജാസി പോയി എണ്ണ പോയി, പണി വരുന്നുണ്ട്. കേസും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ പിന്നെ ബിഗ് ബോസിലൊക്കെ പോവാൻ പറ്റുമോ? തുടങ്ങാറായി. കേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഒത്തുതീർപ്പാക്കട്ടെ ജാസി, സീസൺ അങ്ങോട്ട് വരാൻ പോവാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വരും. അങ്ങനെ അവരുടെ സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.